അപ്പോൾ ആ ഭാഗം ഫുള്ളിപ്പോൾ അകത്ത് വീണിരിക്കുക. മുമ്പ് ഉണ്ടായിരുന്നില്ല എന്നാണ് പറഞ്ഞത്. മുമ്പ് ഇങ്ങോട്ടൊന്ന് ആ തോട്ടത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് വെള്ളം. പക്ഷേ ഈ വീട് ഫുള്ളിപ്പോൾ ഡേഞ്ചർ. ഒരു പൊട്ടലൊക്കെ ഉണ്ട്. ഓക്കെ. ചെറിയൊരു സംഭവമല്ല, ഒരേ വലുതുണ്ട്. സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ ഉള്ളത് കാസർഗോഡിലെ ഒറ്റമാമംഗലത്തിൽ സദാത്തിൻ്റെ വീടിൻ്റെ അടുത്താണ്. നിങ്ങൾക്കറിയായിരിക്കും, എല്ലാ മീഡിയയിലും റീൽസിലും സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങൾ കണ്ടു കാണും. വീടിൻ്റെ സെപ്റ്റിക് ടാങ്കിൻ്റെ കുഴിയെടുക്കുമ്പോൾ ആ ഒരു കണ്ട കാഴ്ച. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്, കാണിക്കും. ഭയങ്കര വിഷമമുണ്ട് ഗൈസ്, ഭയങ്കര വിഷമമുണ്ട്. ഇവിടെ ഒരു വീടിൻ്റെ, എല്ലാവരും കണ്ടു കാണും, ഈ വീടിൻ്റെ ഒരു സെപ്റ്റിക് ടാങ്കിൽ അവർ വീട് പണി ചെയ്യുമ്പോൾ ലാസ്റ്റ് ചെയ്ത ഒരു സംഭവമാണ്. ഒരു സെപ്റ്റിക് ടാങ്കിന് വേണ്ടി കുഴിയെടുത്തപ്പോൾ JCBയിൽ കിട്ടിയ ആ ഒരു സംഭവം. ഇത് ആർക്കും സംഭവിക്കരുത്, ഇങ്ങനെ ഒരു ദുരനുഭവം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആർക്കും. ഇതിപ്പോൾ പണ്ടത്തെ ആൾക്കാരാക്കിയതായിരിക്കും അല്ലേ? നാച്ചുറലാ? ആ, കേവ് അല്ലല്ലേ? വീഡിയോയിൽ കാണുമ്പോഴേ കേവ് മാതിരി ഉണ്ടത്. ആ, അടിയിൽ വെള്ളം പോയി അല്ലേ? ഇനി ഇവർ എന്ത് ചെയ്യും ഗൈസ്? പാവങ്ങൾ. ഈ ഗതി ആർക്കും വരാൻ പാടില്ല, ആർക്കും. അത് സത്യം. എന്തുമാത്രം വിഷമമുണ്ടാവും. ഈ ഒരു വീടാക്കാൻ എന്തോ ഒരു കഷ്ടപ്പാടുണ്ട്. അത് ഏത് വീടായെങ്കിലും. പക്ഷേ ഇത് കാണുമ്പോൾ വിഷമമാണ് ഗൈസ്. ആൾമോസ്റ്റ് ഫിനിഷിങ് ബട്ട് സാഡ്. ആൾമോസ്റ്റ് വയറിംഗ് ഒക്കെ ആയിരുന്നു ഗൈസ്. വയറിങ് പക്ഷെ കാണുമ്പോൾ വിഷമമാവാം. ഓക്കെ, ഈ ഒരു സംഭവം ആർക്കും ഉണ്ടാവരുത്. കാശുള്ളവർക്ക് പെട്ടെന്ന് 1 വർഷത്തിലോ 6 മാസത്തിലോ വീടാവും. പക്ഷേ പാവപ്പെട്ടവർക്ക് വീട് അത് 3 വർഷം 10 വർഷം പോലും ആവുന്നുണ്ട്, 20 വർഷം ആവുന്നുണ്ട്. പക്ഷേ ഇത് നോക്കുമ്പോൾ വീണ്ടും വിഷമത്തോന്നുമാണ് ഗൈസ്. ഓക്കെ, ആ ഭാഗത്താണ് കുഴിയെടുത്തത്. മണ്ണൊക്കെ കാണുന്നുണ്ടോ? ഇത് ആ ഭാഗമാണ് വീടിൻ്റെ പുറകെ വഴി. നല്ല വിശാലമായൊരു പ്ലേസാണ്. വളരെയധികം വിഷമമായി. തുടങ്ങിയിട്ട് 3 വർഷമായി. അപ്പോൾ ഈ 28-ാം തീയതി കുടി കൂടാൻ വേണ്ടി തീരുമാനിച്ചതാണ്. അപ്പോൾ സെപ്റ്റിക് ടാങ്കിന് വേണ്ടി ബാക്കിൽ കുഴി വെച്ചത്. കുഴി വെച്ചിട്ടാകുമ്പോൾ ഇങ്ങനെ ചെറിയ ഇടിഞ്ഞ് താഴോട്ട് വീണു. അപ്പം ചെറുതായിരിക്കുന്നില്ല കണക്കൂട്ടി. പിന്നെയാണ് ഇത് ഇത്ര വലുതെന്ന് മനസ്സിലായത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇറങ്ങിപ്പോയിക്കൊണ്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇടിഞ്ഞ് വീഴുന്നുണ്ട്. അതുകൊണ്ടിപ്പോൾ അതിൻ്റെ അകത്ത് ഇറങ്ങുന്ന സേഫ്റ്റി അല്ലാത്ത രീതിയിലാണ് ഇറങ്ങാത്തത്. അതിൻ്റെ അകത്ത് ഇത് കണ്ടു കഴിഞ്ഞാൽ അറിയാം അതിൻ്റെ എത്രത്തോളം അത്
നമ്മളെ ഈ വീടിനെ ബാധിക്കുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ ഈ വീട്ടിൽ കയറി കൂടുതലൊരു മാനസികാവസ്ഥയിലല്ല. ഇത് പുരകുടി എപ്പോഴായിരുന്നു? 28-ാം തീയതി, ആഗസ്റ്റ് 28-ാം തീയതി. മണ്ണ് മാന്തുമ്പോൾ മനസ്സിലായി. അതെ, കക്കൂസിന് കുഴിയെടുക്കുമ്പോൾ JCBയിൽ കുഴിയെടുത്തത്. അപ്പോൾ ആ ഒരു 2 മീറ്റർ ആകുമ്പോൾ ഇടിഞ്ഞ് താഴോട്ട് വീണു. ചെറുതായിട്ട് ആദ്യം കണ്ടത്, നമ്മൾ അകത്ത് ഇറങ്ങി നോക്കിയില്ലല്ലോ. ഇപ്പോൾ നമുക്ക് മുകളിൽ നിന്ന് കാണുമ്പോൾ ചെറുതായിട്ടേ കാണുന്നുള്ളൂ. അതിൻ്റെ അകത്ത് ഇറങ്ങിയാൽ അതിൻ്റെ എത്രത്തോളം അത് വിശാലം ഉണ്ടെന്ന് മനസ്സിലാവും. അപ്പോൾ വീട് പണിയുമ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു? അങ്ങനെ വീട് പണിയുമ്പോൾ നിങ്ങൾ എവിടെ? ഇവിടെ ഇവിടെ അല്ല, താഴെ ഞങ്ങളെ കുടുംബം. അത് കുടുംബ വീട്. അച്ഛനും അമ്മയും ഞാനും എൻ്റെ ഭാര്യ 2 മക്കളും അനിയനും. മക്കളുണ്ട് 2 പേര്. ആ, മൂത്തവൻ 9 പഠിക്കുന്നുണ്ട്, ആൺകുട്ടി. രണ്ടാമത്തെ പെൺകുട്ടി 2-ാം ക്ലാസ്സിൽ. ഒരുപാട് സ്വപ്നമായി, എല്ലാവർക്കും ഒരു സ്വപ്നമായ ആദ്യം ഒരു വീടാവണം. പക്ഷെ ഇതൊരു വല്ലാത്തൊരു ഇതായി പോയി. വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ ഉണ്ടാവാൻ പാടില്ല. അല്ല 3 കൊല്ലം. കാശുള്ളവർക്കും പെട്ടെന്നാവും. അതെ, നമ്മളെല്ലാം ഈ 3 വർഷം പോയത് തന്നെ സാമ്പത്തിക പ്രശ്നം. അതെ, അല്ല ഇതിപ്പോൾ ഭാര്യയുടെ സ്വർണം വിറ്റു, ബാങ്ക് ലോണുണ്ട്, പിന്നെ സുഹൃത്തുക്കളോട് സഹായം കിട്ടുന്നവരെല്ലാം സഹായിച്ചിട്ടുണ്ട്. സഹായിച്ചല്ല, കടം തിരിച്ചു കൊടുക്കേണ്ടത്. ഒന്നാ കൂട്ടുകുടുംബമായിട്ട് ജീവിച്ചുകൊണ്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഈ വീട് പണി തുടങ്ങുമ്പോൾ തന്നെ അച്ഛൻ മരിച്ചു. അച്ഛൻ്റെ ഒരു ആഗ്രഹമായിരുന്നു വീട് കെട്ടണമെന്നില്ല. കെട്ടിയിട്ട് ഇങ്ങനെ കണ്ടേ ഉള്ളൂ, അതിൽ കയറി കൂടാനുള്ള ഇത് അച്ഛനുണ്ടായിരുന്നില്ല. എന്നിപ്പോൾ അതേ യോഗം എനിക്കുമായി. എന്നെ കൊണ്ട് കഴിയുന്ന സഹായം ഞാൻ ആർക്കും ചെയ്തു കൊടുത്തിട്ടുണ്ട്. അല്ല, മിക്ക നിന്നെ 10-15 കൊല്ലം വെച്ച് അറിയുന്നല്ലേ. ഇപ്പം നിന്നെ പറ്റി ഒരാൾക്കും ഒരു എൻ്റെ നല്ലതിന് വേണ്ടി കാണിച്ചത്. അതെ, അതല്ല ഞാൻ പറഞ്ഞു. ഇപ്പൊ കൂടിയായിട്ട് അല്ലേ കേറിയിട്ട് ആ രാത്രിയായിട്ടോ ഇങ്ങനെ എന്തായിരിക്കും അവസ്ഥ നമുക്കത് ചിന്തി. ഇപ്പൊ നമുക്ക് അതെ, ഇപ്പൊ നമുക്ക് എല്ലാവരും നേരിട്ട് ഇങ്ങനെ നല്ലപോലെ കാണാൻ കഴിയുന്നല്ലോ. അപ്പൊ അതന്നെ ഒരു വിജയിച്ചാൽ ഇത് പറ്റി ചിന്തിക്കേ വേണം. നമുക്ക് മനസ്സിലായി ദൈവം ഉണ്ടാവും, പിന്നെ നാട്ടുകാരും ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ ഭരണകൂടം. അതെ, ഇപ്പോൾ ഭരണകൂടം ഉണ്ടാവും. അതായത് ഇപ്പോൾ നമ്മുടെ ജില്ലാ കലക്ടറും MLA-യും എല്ലാവരും ഇതിനെ കാര്യമായിട്ട് കണ്ടിട്ട് അവരൊക്കെ വന്നായിരുന്നു. എല്ലാവരും വന്നു. MLA വന്നിന്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വന്നു. അതുകൊണ്ട് എന്തായാലും പഞ്ചായത്ത് പ്രസിഡന്റ് ആദ്യം അറിഞ്ഞപ്പോൾ സമയം തന്നെ വില്ലേജ് ഓഫീസറും കൂട്ടി വന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വന്ന് കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. അവരെല്ലാം ചെയ്യേണ്ട. ഇനിയിപ്പോൾ അങ്ങനെ സമാധാനിക്കാനിപ്പോൾ ഇനി ബേജാറാക്കിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ദൈവം കൂടെ ഉണ്ടാവും, നാട്ടുകാരുണ്ടാവും, ഭരണകൂടം ഉണ്ടാവും, പിന്നെ എല്ലാവരും കൂടിയിട്ട് വേണ്ട സഹായം ചെയ്തു കൊടുക്കുന്നു നമുക്ക് പ്രതീക്ഷിക്കാം എത്രയും പെട്ടെന്ന്. ചെറുതായിട്ട് കണ്ടത് ജൂലൈ 26-ന്. അപ്പം അത്ര കാര്യമാക്കിയില്ല. പിന്നെ ആളുടെ 10 ദിവസം കഴിയുമ്പോൾ 3 ആഴ്ചയായി പബ്ലിഷ് ആക്കിയിട്ട്. അല്ലേ, മുമ്പേ സ്വന്തം കണ്ടു, അത്ര കാര്യമാക്കാണ്ട് പിന്നെ അതിനെ മൂടി. അല്ലെങ്കിൽ അത് മൂടി എടുത്തിട്ട് അപ്പോൾ ഇപ്പോൾ കാലാവസ്ഥ ഇങ്ങനെയാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഇനിയും പണിയെടുത്തോണ്ടിരിക്കട്ടെ. ഇപ്പോൾ അകത്ത് എങ്ങനെയാ? ചെളിവെള്ളമാണോ? ചെളിവെള്ളമാണ്. ചെളിവെള്ളം കുത്തി ഒലിച്ച് പോകുന്നത്. ചെളിവെള്ളം, അതെ, വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, കെട്ടിക്കിടക്കുന്നല്ല. ഈ ഭാഗത്ത് നിന്ന് വന്നിട്ട് വെള്ളം ആ ഭാഗത്ത് അങ്ങോട്ട് പോകുന്നു. ഇതിലൂടെ പോകുന്നത് നമ്മൾ അറിയില്ലല്ലോ. അതിന്റെ അടിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനങ്ങനെ പൊക്കിക്കൊണ്ടിരുന്നു. ഇപ്പൊ ഇവിടുന്ന് പോയ മണ്ണ് അവിടെ തങ്ങിയിട്ടാ. അതാ മണ്ണടക്ക വെള്ളത്തിൽ തന്നെ മണ്ണെല്ലാം പുറത്തേക്ക് തന്നെ തള്ളി. പുറത്ത് അങ്ങനെ തോടുണ്ട്. ആ തോടിൻ്റെ സൈഡിൽ നല്ല മണ്ണ് ഇങ്ങനെ പൊന്തി നിന്നിട്ടുണ്ട്. അപ്പോൾ വെള്ളത്തിനൊന്നിച്ചിനെ തള്ളിയിട്ട് കൊണ്ടുവരും. അത്ര നല്ല ഫോഴ്സിൽ കളിക്കും. ഇപ്പോൾ ആ കാര്യമായ ഇനി കുറച്ച് ഫോഴ്സ് കുറയും, എന്നാലും വെള്ളം അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. 1 മാസം വരെ ഉണ്ടാവും. അല്ല, വേനൽക്കാലത്തുണ്ടാകും. വേനൽക്കാലത്ത് ഉണ്ടാകും, അല്ലേ.
അപ്പോൾ നമുക്ക് നല്ല സന്തോഷം ഉണ്ടായിട്ടില്ല അല്ലേ? തന്നെ കൃഷിക്ക് കുറച്ച് വെള്ളം കിട്ടുന്ന സമയത്ത് നല്ല വെള്ളം ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലായത്. ഇപ്പോൾ ഞാൻ ഇറങ്ങുവാണ് ഗൈസ്. വെള്ളം പോകുന്നുണ്ട്. വെള്ളം നല്ലോണം കുറഞ്ഞില്ലായിരുന്നില്ല. ആ വെള്ളം പോകുന്നുണ്ട്. ഒന്നങ്ങനെ കാണിച്ചേ. കല്ലൊന്നുമില്ലാന്ന് തോന്നുന്നു, മണ്ണ് മാത്രമല്ലേ? അതിനുശേഷം ഞാനിപ്പോൾ ഈ അടിയിലാണ് ഗൈസ്. എൻ്റെ ശ്വാസം കിട്ടുമോ ഇവിടെ? ഉണ്ടോ? ഞാൻ അപ്പുറത്ത് പോകുന്നില്ല, ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ മതി. ഇതാണോ ഫുള്ള് ലോങ്? വെള്ളം ഇവിടെയാണ് വെള്ളം ഒഴുകി പോകുന്നത്. ഇതതിൻ്റെ ശേഷമാണല്ലേ വീട്? കാണുമ്പോൾ ഇത്ര ഉണ്ടായിരുന്നില്ല, അതിന് ശേഷമാണ് വീട്. പൊട്ടലൊക്കെ ഉണ്ട്. ഇതൊരു ഗുഹ മാതിരി ഉണ്ടല്ലേ? പക്ഷെ ഞാൻ കണ്ടപ്പോഴേ ഫസ്റ്റ് വിചാരിച്ചേ ഇത് പണ്ടത്തെ ആൾക്കാർ ചെയ്തതാണ്. പക്ഷെ ഇപ്പോൾ ബോധ്യം എനിക്ക്, ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ. ആ പോകുന്നുണ്ടല്ലേ? കേൾക്കുമ്പോൾ തന്നെ പേടിയാവും. ഇവിടെ പൊട്ടലൊക്കെ ഉണ്ട്. പിന്നെ എന്നോട് പറയാം ബാഗ്. ഓക്കെ. ചെറിയൊരു സംഭവമല്ല, ഒരേ വലുതുണ്ട്. ഓ ഗോഡ്, എപ്പോൾ പോകുന്നറിയത്തില്ല അല്ലേ? അതാണ് പേടി. ഇപ്പോൾ മഴ ആയതുകൊണ്ടേ ഇത്തിരി പേടിക്കണം. ക്യാമറ മൊത്തം ചിലിയായി ഗൈസ്. ഈ ഒരു സംഭവം ഗൈസ് ഭയങ്കര ഒരു സംഭവം തന്നെ. പക്ഷെ ആ ചേട്ടൻ്റെ വിഷമം പുറത്ത് കാണിക്കുന്നില്ല. ചേട്ടൻ്റെ വീട് എവിടെ? ചേട്ടൻ്റെ വീട് എവിടെ? ആ തേങ്ങ അറിയാവുന്നതാ. ചേട്ടൻ്റെ വീട് എവിടെ? എന്തല്ലേ ഭയങ്കര വിഷമാവും. ഇറങ്ങി നോക്കി. ശരി. അതെ ഇപ്പോൾ അങ്ങോട്ടും മണ്ണിടിച്ചെന്നായിന്നാ പറഞ്ഞത്. മുമ്പ് അതുണ്ടായിരുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ഭാഗം ഫുള്ളിപ്പോൾ അകത്ത് വീണിരിക്കുക. മുമ്പ് ഉണ്ടായിരുന്നില്ല എന്നാണ് പറഞ്ഞത്. മുമ്പ് ഇങ്ങോട്ടുനിന്ന് ആ തോട്ടത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് വെള്ളം. പക്ഷേ ഈ വീട് ഫുള്ളിപ്പോൾ ഡേഞ്ചർ.
ഈ വീടിൻ്റെ താഴോട്ട് മാത്രമാണ് വെള്ളം പൊക്കോണ്ടിരിക്കുന്നത്. അങ്ങനെ ഫുള്ള് ചെളിയായിരുന്നു ഗൈസ്. ഓക്കെ. ചേട്ടൻ്റെ പേരെന്നാ? സദൻ. അപ്പോൾ വിശാലമായ ഒരു പ്രദേശമാണ്. തോട്ടം, റബ്ബർ കൃഷി, വാഴക്കൃഷി എല്ലാം ഒക്കെ ഉണ്ട്. പക്ഷേ ഇതൊക്കെ കേൾക്കുമ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ ആവുമോ എന്ന് തോന്നുക. പക്ഷെ പറയാൻ പറ്റത്തില്ല, കാലമാണ്, അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെയാണ് ഗൈസ്. ഈ വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ ലൈക്ക് ചെയ്യും, ഇഷ്ടമായില്ലെങ്കിൽ അൺലൈക്ക് ചെയ്യും. വിഷമമുണ്ട്. ഈ ഒരു ആർക്കും വരാൻ പാടില്ല ഈ ഒരു സംഭവം, ആർക്കും.